ഇല്ല, അങ്ങോട്ട് പോവുകയല്ല, ഞാൻ ഇവിടെ നിൽക്കുകയോ. ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയവരും, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നതായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും നമ്മുടെ കൺമുൻപിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം മറക്കാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ നമ്മുടെ ചുറ്റുപാടുകളിൽ തിരുവഴുത്തിലെ ഓരോ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുകയും ചെയ്യും. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. യേശു കടൽപ്പുറത്തു കൂടി നടക്കുമ്പോൾ ചിലരെ കണ്ടു. അവരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്നാണ്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. അപ്പോൾ അവർ മറ്റേതോ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന സഹോദരങ്ങളെയാണ് അല്ലെങ്കിൽ മനുഷ്യരെയാണ് യേശു വിളിച്ചിട്ട് എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഇത് മർക്കോസ് 1:17 പറയുന്ന. അപ്പോൾ യേശുവിനെ അനുഗമിക്കുമ്പോൾ അവർക്ക് അനേക പ്രതികൂലങ്ങളെ നേരിടേണ്ടി വരും. അനേക പ്രതികൂലങ്ങൾ അവരുടെ മുൻപിൽ വരികയും അതവർ അനുഭവിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശു എന്തായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ യേശു എപ്രകാരമാണ് തന്റെ ജീവിതം നയിച്ചത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അനേകര് യേശുവിനെ കുറ്റം പറയുകയും യേശു ചെയ്യുന്ന കാര്യം ശരിയല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ശാരീരികമായ ഉപദ്രവങ്ങളൊക്കെയും ഏൽക്കുവാനിടയായിരിക്കും. ഇവിടെ നമുക്കും കാണുവാൻ കഴിയും, അറിയുവാൻ കഴിയും. ഇപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴല്ല, ഏറെക്കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ മനുഷ്യരെ കടത്തുന്നവരാണെന്നും നിർബന്ധമായും മതപരിവർത്തനം ചെയ്യിക്കുന്നവരാണെന്നും പറഞ്ഞ് അവരെ ജയിലുകളിൽ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 500-ലധികം ദൈവദാസന്മാരെ ജയിലുകളിൽ അടച്ചിട്ടുണ്ട്. അതാണ് യേശു പറഞ്ഞത്, എന്നെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ യേശുവിനെ പിൻപറ്റുന്നവർക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് ആദ്യം തന്നെ കൊടുത്തു. അങ്ങനെ ജയിലിൽ കിടക്കുന്നവർ അവരാ ജയിലിൽ നിന്ന് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതവര് അനുഭവിച്ചു തീർക്കണം. അത് യേശു പിന്തുടർന്ന അല്ലെങ്കിൽ യേശുവിനെ പിന്തുടർന്നവർക്ക്
അതനുഭവിക്കേണ്ടി വരികയും ചെയ്യും. പത്രോസിനെയും യോഹന്നാനെയും ജയിലിൽ പിടിച്ചടക്കി. ജയിലിലടച്ച് യോഹന്നാനെ കൊല്ലുകയും പിറ്റേ ദിവസം പത്രോസിനെ കൊല്ലുവാനായി എല്ലാ ഒരുക്കങ്ങളും വെടിക്കെട്ട് നടത്താനും പടക്കം പൊട്ടിക്കുവാനും അതുപോലെ തന്നെ വലിയ വാദ്യാഘോഷങ്ങൾ നടത്തുവാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആണ് പത്രോസിനെ ജയിലിൽ പാർപ്പിച്ചത്. എന്നാൽ ദൈവജനം ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ രാത്രിയിൽ പത്രോസിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയും പത്രോസിനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തുവിടുകയും ചെയ്യുവാനിടയായി. ഇതുപോലെ തന്നെയാണ് ഇന്ന് അവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്നതായ കർത്തൃദാസന്മാരുടെയും ചിന്ത. അവരതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്കും വേണ്ടി അനേകരും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ലോകത്തായിരിക്കുമ്പോൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഭക്തൻ അനുഭവിക്കേണ്ടതാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ്ലീഹയും ഇതുപോലെ തന്നെ ജയിലിലടച്ചിട്ട് അനേക കാലങ്ങൾക്കുള്ള അനേക ജയിലുകളിൽ കിടന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ജയിലിലും കിടക്കാതെ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഏറ്റവും സുഖസുഭിക്ഷിതമായി ജീവിക്കുവാൻ തക്കവണ്ണം സമ്പന്നനായിരുന്നു പൗലോസ്ലീഹ. അതുകൂടാതെ റോമ പൗരൻ കൂടിയായി. അത്രയും സ്ഥാനമാനങ്ങളും സമ്പത്തുമുള്ള മനുഷ്യൻ യേശു ആരാണെന്നറിയുകയും യേശു അദ്ദേഹത്തെ തൊടുകയും അല്ലെങ്കിൽ വിളിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ സമ്പത്തും ധനവുമെല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിനെ പിന്തുടരുകയായി. ആ പിന്തുടർച്ചയിൽ അദ്ദേഹത്തിന് അനേകം എണ്ണിക്കൂടാത്ത കഷ്ടതകൾ ഉണ്ടായി. അനേകർ അദ്ദേഹത്തെ ഉപദ്രവിച്ചു, മർദ്ദിച്ചു, മരിച്ചു പോകും എന്ന് കരുതി ശത്രുക്കൾ ഇട്ടേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളതായി ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന ഓരോ വ്യക്തിയും അതിഭയങ്കരമായ പീഡകൾ അനുഭവിക്കേണ്ടി വരും. ഇതിനെ പറയുവാനുള്ള കാരണം ഇവർ ചള്ളകാര്യത്തിനല്ല ഈ പീഡ അനുഭവിക്കുന്നത്, അവർക്ക് വേണ്ടിയുമല്ല അവർ ഈ പീഡ അനുഭവിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ സമ്പത്തെന്ന് പറയുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ളവർ, നല്ല അറിവുള്ള സമൂഹം, തലമുറ, ഇതൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ നാം പഠിക്കുമ്പോൾ അവിടെ അനേക പെന്തക്കോസ്തുകാരെ വാഹനങ്ങളിലിട്ട് തീയിട്ട് കൊല്ലുകയും അതുപോലെ തന്നെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയും അതുപോലെ തന്നെ വടികൊണ്ട് അടിച്ചു കൊല്ലുകയും ഒടുവിൽ തടവിലാക്കുകയും ചെയ്യും. ഇതൊക്കെയും സംഭവിക്കും, അതൊക്കെയും സംഭവിക്കേണ്ടതാണ് എന്ന് തിരുവഴുത്ത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ ദൈവദാസന്മാർ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെന്നിരിക്കുന്നത് യാതൊരു അറിവും വിദ്യാഭ്യാസവുമില്ലാത്ത കോളനികളിലും അതുപോലെ തന്നെ വനങ്ങളിലും ആദിവാസികളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവരെ ബോധവൽക്കരിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ അവരെ നിർബന്ധിതമായി മതപരിവർത്തനമൊന്നും ചെയ്യുവാൻ അവരൊരിക്കലും ചെയ്യുകയില്ല. ഇപ്പോൾ നമ്മുടെ കോട്ടയത്ത് തന്നെ എത്ര ദൈവസഭകളുണ്ട് ഒരുവിധം സാമ്പത്തികമുള്ളവർ. അവരെ നിർബന്ധിതമായി എന്നോടോ അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ട്, ആ സമ്പത്തിന്റെ പകുതി എന്റെ പേരിൽ എഴുതി തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കാം എന്ന്. അതിനാരും ഒരുങ്ങുകയില്ല. അത് മാത്രവുമല്ല, അങ്ങനെ ഒരാളെ നിർബന്ധിച്ച്
കൊണ്ടുവന്നാൽ ആ മനുഷ്യനത് 3 മാസം അല്ലെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ അവിടെ നിൽക്കുകയില്ല. അതിനുശേഷം ആ വ്യക്തി അവിടെ നിന്ന് അവരുടെ വഴിക്ക് പോകും. അപ്പോൾ അതൊക്കെയും വെറുതെ പറയുന്നതാണ്. അതൊന്നും ശരിയായ കാര്യങ്ങളുമല്ല. മറ്റൊരു ഉദാഹരണം നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് നടക്കുന്നത്, ഇപ്പോൾ നടക്കുന്നതായ കാര്യങ്ങൾ. നല്ല സമരിയാക്കാരന്റെ കഥ സകല മനുഷ്യർക്കും അറിയാവുന്നതാണ്. ഒരു മനുഷ്യൻ കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടത് കൂടാതെ അവനിപ്പോൾ സ്വയമായി എഴുന്നേറ്റൊന്ന് നടന്നു പോകുവാൻ പോലും കഴിവില്ലാത്ത വിധത്തിൽ അവനെ അവർ മർദ്ദിച്ച് അവശനാക്കി അവൻ വഴിയരികിൽ കിടക്കുക. ഇപ്പോൾ ആ വഴിയിൽ കൂടി 2 പേരാണ് കടന്നുപോയത്. ആദ്യം കടന്നുപോയത് ഒരു പുരോഹിതനാണ്. ആ പുരോഹിതൻ നോക്കിക്കാണും, ഇവൻ എന്റെ സഭക്കാരനാണോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ സഭയിലെ മെമ്പർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരുമല്ല, അദ്ദേഹം ആ മനുഷ്യനെ ഉപേക്ഷിച്ച് കടന്നുപോയി. രണ്ടാമത് വന്നത് ഒരു ലേവ്യനാണ്. ലേവ്യനും ഇതുപോലെ തന്നെയാണ് നോക്കിയത്, എന്റെ സഭക്കാരനാണോ എന്ന്. അദ്ദേഹം നോക്കിയപ്പോൾ അല്ല, അദ്ദേഹവും കടന്നുപോയി. ഒടുവിലേക്ക് ആ വഴിയിൽ കൂടി കടന്നു വന്നത് നല്ല ശമരിയാക്കാരനായി. ഈ നല്ല ശമരിയാക്കാരനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ അത് യേശുക്രിസ്തു തന്നെ. യേശുക്രിസ്തു ആരെയും ഏത് മതമോ ഏത് ജാതിയോ ഏത് വിശ്വാസിയോ ആണെന്നല്ല നോക്കിയത്, അവനൊരു മനുഷ്യനാണ് എന്ന് മാത്രമാണ് നോക്കിയത്. ആ മനുഷ്യനെ യേശുവാണ് എടുത്തുകൊണ്ടുപോയി സത്രത്തിൽ ആക്കുകയും അവന് വേണ്ടതെല്ലാം ചെയ്ത് അവൻ നല്ല ആരോഗ്യമുള്ളവനായി തീരുവാൻ സത്രത്തിന്റെ ഉടമസ്ഥനോട് പറയുകയും അതിനാവശ്യമായ സാമ്പത്തികം അപ്പോൾ തന്നെ കൊടുക്കുകയും ഞാൻ മടങ്ങി വരുമ്പോൾ അധികമായിട്ട് എന്തെങ്കിലും ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തരാം എന്ന് പറയുകയും ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീതിമാനായ ഒരു രാജാവ്, നീതിമാനായ ഒരു മനുഷ്യൻ ദൂരദേശത്തേക്ക് കടന്നുപോയിരിക്കുന്നു. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരും. അപ്പോൾ അത് യേശുക്രിസ്തുവാണ് ഈ നീതിമാനായ മനുഷ്യൻ. യേശുവിന് രണ്ടാമത് വരുന്നത് രാജാവും രാജാവുമായിട്ടാണ് ഈ ഭൂമിയെ ഭരിക്കുവാൻ, ഈ ഭൂമിയിൽ സമാധാനവും സന്തോഷവും എന്നും എന്നേക്കും നിലനിൽക്കുവാൻ. അതാണ് പ്രിയമുള്ളവരിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്നും ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. കാരണം മനുഷ്യനെല്ലാം പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് സമാധാനമില്ല, സ്നേഹമില്ല, സന്തോഷമില്ല. സ്നേഹമുണ്ടെങ്കിൽ സ്വന്തം സഹോദരങ്ങളെ ശിക്ഷിക്കുന്നത് കാണുമ്പോൾ അവിടെ ആർഭാടത്തോടെ ആനന്ദിക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ അപ്രകാരമുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം നല്ല അറിവ്, നല്ല വിദ്യാഭ്യാസം, അതൊക്കെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് ഇവരൊക്കെയും സ്വന്തം ദേശം വിട്ട് ദൈവത്തിന്റെ അജ്ഞാനവർത്തികളായി മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നത്. അവരെ ദൈവം ഏൽപ്പിച്ച ജോലി മാത്രമാണ് അവർ ചെയ്യുന്നത്. അതവർ ചെയ്തുകൊണ്ടിരിക്കും. അത് ആർക്കും തടസ്സപ്പെടുത്തുവാനോ ആർക്കും അതിനെ നിർത്തുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ഒരിക്കലും കഴിയുകയില്ല. കാരണം അവരോട് കൂടെ ജീവനുള്ള ദൈവം ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അവരിൽ പ്രവർത്തിക്കുന്നത് ദൈവികമായ ശക്തിയാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. ഒരു ലോകമനുഷ്യനും അവരെ തകർത്തു കളയുവാനോ അവരെ കീഴടക്കുവാനോ കഴിയുകയില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നുവെങ്കിൽ അത് യേശുക്രിസ്തുവിന് വേണ്ടിയും
ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ അദ്ദേഹം പിന്നെയും പറഞ്ഞു, ഈ ജീവൻ എന്റെ ജീവൻ, അതിനെ ഞാൻ വിലയേറിയതെന്ന് എണ്ണുന്നില്ല. കാരണം ഇതാർക്കും ഇവിടെ എല്ലാ കാലവും നിലനിർത്തിക്കൊണ്ട് പോകുവാൻ കഴിയുകയില്ല. ആയതിനാൽ ഒരുടമസ്ഥം നമുക്കുണ്ട്, നമുക്ക് നിത്യജീവനെ പകർന്നു തരുന്ന അതാണ് കർത്താവായ യേശുക്രിസ്തു. അതിനുവേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നതും കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തിനേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയതും ആ യേശു മരിച്ചതും വേദനകളും യാതനകളും നിന്ദകളുമൊക്കെ സഹിച്ചതും നമ്മുടെയൊക്കെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജയിലിൽ കൂടെ അനുഭവിക്കുന്ന ഓരോ ദൈവദാസന്മാരും ഇതേ വചനം തന്നെയാണ് അവിടുത്തെ മനുഷ്യരോട് അറിയിച്ചത്. അതിന്റെ കുറ്റം അതാണ് അവരുടെ മേലുള്ള കുറ്റം. ആ കുറ്റത്തിന് അവരിന്ന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, അല്പകാലത്തേക്കുള്ള ഈ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കുവാനുള്ള ഏറ്റവും വലിയ സമ്പത്ത് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് നിത്യജീവന് അവകാശികളായി തീരുന്നതാണ്. ആയതിനാൽ കർത്താവായ യേശുക്രിസ്തു ഈ ചന്തക്കവലയിലുള്ള സകല മനുഷ്യരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.